ADGP മത്സ്യബന്ധന വയനാട്ടിൽ വേണ്ടി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള സാധനങ്ങളുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ADGPക്ക് ആർഎസ്എസുമായിട്ടുള്ള ബന്ധം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന സഹോദര, നമ്മളിപ്പോൾ ആകെ ചർച്ച ചെയ്യുന്നപ്പോൾ 2 പ്രാവശ്യം കണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സൂചിപ്പിക്കുന്ന 3ാമത്തെ തവണ കണ്ടു, വയനാട്ടിൽ വെച്ച് RSS ലീഡർഷിപ്പായിട്ട് കണ്ടുന്നതാണ്. ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ രാത്രിയൊക്കെ ഒളിച്ചും പാത്തും പോകുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നത്. ഇവർ ഡൽഹിയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗം തന്നെയല്ലേ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം അടക്കം ഇവിടെ കലങ്ങിയത്. അപ്പോൾ അതൊരു വലിയ സംഭവമൊന്നുമല്ല. സ്പീക്കർ എന്താ പറഞ്ഞത്? RSS അത്ര മോശപ്പെട്ട സംഘടനയൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സംഘടനയാണ്. ആ മഹത്തായ സംഘടനയുടെ നേതാക്കളോട് പോയി ADGP കണ്ടതിൽ എന്താ അത്ഭുതം എന്ന് ചോദിച്ചാണ്. അതിന് ഉത്തരം കണ്ണൂരിലെ സഖാക്കൾ കൊടുക്കും ഈ പാർട്ടിക്ക്. അതാ നടക്കുന്നത്. എനിക്ക് വരുന്ന ഫോൺ മെസ്സേജുകൾ, ഇത്രയും രക്തസാക്ഷികൾ ഈ പാർട്ടിക്ക് അവരുടെ ജീവിതം ത്യജിക്കേണ്ടി വേണ്ടത് ഈ വർഗീയ ശക്തികളുമായ ഏറ്റുമുട്ടല്ല. ഇപ്പൊ രക്തസാക്ഷികൾക്കൊന്നും ഒരു നിലയും വിലയില്ല. അവരൊക്കെ പോയി പണി നോക്കട്ടെ. RSS ഇന്ത്യയിലെ ഏറ്റവും നല്ല മഹത്തായ സംഘടനയായി എന്ന് സ്പീക്കർ മാത്രമല്ലല്ലോ, അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് കൂടിയല്ലേ. അത് കണ്ണൂരിലെ ജനങ്ങള്, കേരളത്തിൽ ഇതിന് വിധേയമായിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ആലോചിച്ചിട്ടെന്ന്. ഈ ഗോവിന്ദ മാഷ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ADGP RSS നേതാക്കളെ കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന്. അതൊരു നിസ്സഹായാവസ്ഥയാണോ? അല്ല, അവർക്ക് ചായ വാങ്ങി കൊടുത്താ പോരെ. ആളെ വിളിച്ചിട്ട് ബാബാ നീ അവിടെ പോയി കണ്ടൂലേ, ഒരു ചായ നല്ല വടിയും വാങ്ങിക്കൊടുക്കുക പാർട്ടി ഓഫീസിൽ നിന്ന്. അവരഭിവാദ്യം ചെയ്യുക, അതാണല്ലോ ചെയ്യേണ്ടത്. ആളിപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന RSSകാരെയും മറ്റു വർഗീയവാദികളെയൊക്കെ കണ്ട് സംഭാഷണം നടത്തുന്നവരെ അഭിവാദ്യം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ. അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അഭിവാദ്യം ചെയ്യട്ടെ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണ്, അത് വീണറ്റോ അല്ലെങ്കിൽ വിലാസമോ കൊടുക്കണമെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ കൊടുത്തിട്ടെങ്കിൽ അദ്ദേഹം ഒഴിയണമെന്നാ പറഞ്ഞത്. അദ്ദേഹം കൊടുത്തിട്ട് ഒഴിയാനല്ല പറഞ്ഞത്, അത് തിരുത്തണം. ഇനിയിപ്പോ ഒരു നിവൃത്തിയില്ല. എന്നാൽ പാർട്ടിക്കാർക്കും കൈമാറാൻ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഈ സമൂഹത്തിൽ എന്താ പറയാ, അദ്ദേഹം ഇങ്ങനെ ഓരോ ഈ നാടിന്റെ വികസനം ഇങ്ങനെ കൺകുളിർമയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. അദ്ദേഹം ഇനി ആ സ്ഥാനത്ത് നിന്ന് മാറുമുണ്ടാകുന്ന പ്രയാസം, നാടിന് വരാൻ പോകുന്ന നഷ്ടത്തിൽ അദ്ദേഹത്തിന് ബേജാറുണ്ടെങ്കിൽ അദ്ദേഹം മകൾക്കോ മരുമകനോ കൈമാറട്ടെ എന്നാ പറഞ്ഞത്. കുടുംബവാഴ്ച എന്ന് പറഞ്ഞത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മതി. താങ്കൾ പറയാൻ ഉദ്ദേശിച്ച മുഖ്യമന്ത്രി അത്രയും മോശം ഭരണമാണ്, അത്രയും തരം താഴ്ന്ന ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ എടുക്കുക, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൂരം കലക്കിയ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി RSSന്റെയും മറ്റു വർഗീയ ശക്തികളുടെയും നേതാക്കളുമായുള്ള അവരുടെ സമ്പർക്കം, ഈ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തത് വളരെ നിലവാരം കുറഞ്ഞ തീരുമാനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിലവാര തകർച്ച തന്നെയാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ പാർട്ടിക്കാണ്. ആ പാർട്ടി അതിനെ സല്യൂട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ സഖാക്കളിന് എന്താ ചെയ്യേണ്ടത് അവരാലോചിക്കട്ടെ. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞത് ഈ PR ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാം വ്യക്തമാക്കി, അതോടുകൂടി എല്ലാം അവസാനിച്ചതാണ്, ഇനി ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, രാത്രി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഓരോ ആളുകൾ ഇതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായി ന്യായീകരിച്ചു എന്നുള്ളതാണ്. ഈ സമയം നോക്കിയൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ പോലത്തെ ഒരു സാധുവിന് അതേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനാന്ന് ഇവർക്കൊക്കെ എന്താണ് ഈ പറയാനുള്ള നിവൃത്തികേട് എന്ന് കേരളത്തിലെ സഖാക്കൾ ചോദിക്കാൻ തുടങ്ങി. ആ നിവൃത്തികേടിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അതിന്റെ പണിയിലായി. നിങ്ങളൊരു ഒഴിവ് തരുന്നില്ലല്ലോ. ഞായറാഴ്ച നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള അതിന്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതിൽ ജനങ്ങളിലേക്ക് നമ്മളത് വിടും. അതിനുശേഷം ജനങ്ങൾക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടിയുടെ ഫൈനൽ പൊളിറ്റിക്കൽ
സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും അത് എന്താ പറയുക സീൽ ചെയ്യുകയും ചെയ്യാം. പങ്കുവെക്കും. മഞ്ചേരി ജസീല ജംഗ്ഷനിൽ അത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ നല്ലവരുടെ മനുഷ്യരും. 6-ാം തീയതി ഈ വരുന്ന സൺഡേ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരി ടൗണിലെ ജസീല ജംഗ്ഷനിലെ ബൈപ്പാസിലുള്ള വലിയ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്തിലാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പോലീസിന്റെ ഈ ഗുണ്ടായിസം, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഇടയിലുള്ള ഈ നെക്സസ്, നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങൾ, ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക അപരവൽക്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തുടങ്ങി താമർ ജിഫ്രി വിഷയം വരെയുള്ള വിഷയങ്ങൾ അന്ന് നമ്മളവിടെ പ്രതിപാദിക്കപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.